ഹലോ എവറി വൺ, ഐ എം സുകന്യ ആൻഡ് ഐ എം എ ഫസ്റ്റ് ടൈം മോം. സോ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ പോസ്റ്റ്മോർട്ടം ജേർണിയിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം മോം ഓർ ഇഫ് യു ആർ പ്രഗ്നൻറ്റ് റൈറ്റ് നൗ, പ്ലീസ് ഡു വാച്ച് ദ വീഡിയോസ്. സോ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താ വെച്ചാൽ സിപ്പർ ബോട്ടിൽ. ഇത് എനിക്ക് എൻ്റെ ഒരു 5th മന്ത് ഓഫ് പ്രഗ്നൻസിയുടെ സമയത്ത് എൻ്റെ സിസ്റ്ററിൻലോ ഗിഫ്റ്റ് ചെയ്ത ബോട്ടിലാണ്. ഇത് ഞാൻ ആ ടൈം മുതൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസിയുടെ സമയത്ത് നല്ലോണം വെള്ളം കുടിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയും. അപ്പോൾ ഇത് ഞാനൊരു 3 പ്രാവശ്യമൊക്കെ റീഫിൽ ചെയ്ത് കുടിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ് ഡെലിവറിയുടെ സമയമൊക്കെ ആയപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് ഹൂ ഓൾറെഡി ആസ് എ ചൈൽഡ്, അവൾ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യാൻ സാധനങ്ങൾ മേടിക്കാൻ ലിസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞില്ല, നീ സിപ്പർ ബോട്ടിൽ എന്തായാലും മേടിച്ചോ, വളരെ ഉപകാരപ്രദമാണെന്ന്. ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ദാഹം വരും, പെട്ടെന്ന് ഭയങ്കര ദാഹം വരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ബെഡിൻ്റെയോ അല്ലെങ്കിൽ ചെയറിൻ്റെയൊക്കെ സൈഡിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് നമുക്ക് കുടിക്കാം. മറ്റേ ഗ്ലാസ്സോ അല്ലെങ്കിൽ മൂടിയുള്ള ബോട്ടിൽസൊക്കെ ആണെങ്കിൽ തുറക്കണം, കുടിക്കണം, സ്പില്ലാവും എന്നുള്ള പേടി. ഇതാവുമ്പോൾ അങ്ങനത്തെ പേടികളൊന്നും വേണ്ട. ഇത് ഫില്ല് ചെയ്ത് വെച്ചാൽ ബെഡ് സൈഡിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എടുത്ത് കുടിക്കാം. ഒരു കയ്യിൽ വാവുണ്ടെങ്കിലും നമുക്ക് എടുത്ത് കുടിക്കാം. ഇത് സിപ്പർ ബോട്ടിൽ നിന്ന് ടൈപ്പ് ചെയ്ത ആമസോണും ഫ്ലിപ്കാർട്ടിലും എല്ലാ സൈറ്റ്സിലും അവൈലബിൾ ആണ്. ഇപ്പോൾ കടകളിലും ഇങ്ങനത്തെ നല്ല നല്ല ബോട്ടിൽസ് അവൈലബിൾ ആണ്. സോ ഇഫ് യു ആർ എ ന്യൂ മോം, ഇഫ് യു ആർ എ ബ്രസ്റ്റ് ഫീഡിങ് മോം ഓർ ഇഫ് യു ആർ പ്രഗ്നൻറ്റ് റൈറ്റ് നൗ, പ്ലീസ് ഡു ബൈ ദിസ്.